വേണ്ട വേണ്ട, നിന്റെ കളിയും കൂത്തുള്ള കുറെ കൂടി പോകുന്നുണ്ട്. അലക്സാണ്ടറെ ഒന്ന് പറഞ്ഞു കൊടുക്ക്, ക്രിസ്മസിന് ഇനിയും 2 ദിവസം ഉണ്ട്. ദിവസവും പടക്കം പൊട്ടിച്ച് കാശ് കളയണ വെറുതെ. ശരിയാ, അതായത് രാജാക്കന്മാര് വാൽനക്ഷത്രം കണ്ട് ഈ അല്ല അതിന്റെ സ്മാരകമായിട്ടാണല്ലോ ഇതല്ല. അപ്പോ ക്രിസ്മസ് ദിവസം കുറച്ച് കൂടുതലാകാം. ഇല്ല പെണ്ണേ, ഈ ക്രിസ്മസ് നീ ആഘോഷിക്കില്ല. ഹായ്, പ്ലീസ് കം. ഇറ്റ്സ് റിയലി എ പ്ലസന്റ് സർപ്രൈസ്. വലിമച്ചി, ഇതാരാ വന്നേ നോക്ക്. കണ്ടു കണ്ടു. എന്താ ഇപ്പൊ പാട്ടും കൂത്തൊന്നും കേൾക്കാത്തതും ചോദിരേ, മടുത്തോ? മടുത്തതല്ല, അത് ഞാൻ ഒതുക്കി കൊടുത്തില്ലേ. എന്നാലും ശ്രീ വലിയ പാട്ടുകാരാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചിലപ്പോ പെട്ടെന്ന് പാടിയെന്നിരിക്കും അല്ലേ? ഞാൻ വന്നത് ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ടാ ഈ ക്രിസ്മസ് ആഘോഷങ്ങളൊന്നും പങ്കെടുക്കാതിരിക്കുന്നത്. അതില് പരിഭവം തോന്നരുത് അമ്മ പറഞ്ഞു. എനിവേ, പക്ഷേ ഹാപ്പി ആൻഡ് മെരി ക്രിസ്മസ്. കാപ്പൊടിച്ചിട്ട് പോവാം. വേണ്ട വേണ്ട, എനിക്ക് പോണം. വല്യമ്മച്ചിയുടെ സ്പെഷ്യൽ പ്രാവൻ സൂപ്പ് ഉണ്ട്, എന്റെ മമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. കഴിച്ചിട്ട് പോവാം. അല്ല, അമ്മ ഗുരുവായൂർക്ക് പോകാൻ കാത്തിക്ക, ഞാൻ കൊണ്ടുപോയി. പോട്ടെ പോട്ടെ. ശ്രീ ശ്രീ വന്നതിന് 100 താങ്ക്സ്. അയ്യോ, വെൽക്കം. പിന്നെ ഞങ്ങളിന്ന് ഡയമണ്ട്സാരുമായി കരോൾ പാർട്ടിക്ക് പോകുന്നുണ്ട്. ശ്രീ വരുന്നോ? ഒരു രസം. അതിനൊന്നും ഞാനില്ല. ഹിന്ദു ആയതുകൊണ്ട് ക്രിസ്മസിന് വരണ്ട, എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നൂടെ? എന്താ വരില്ലേ? വരാം. പിന്നെ എന്റെ ഒരു പ്രസന്റ്. താങ്ക് യു. അത്ര വലിയ അപകടമൊന്നും പറയാനൊന്നുമില്ല. 3 ദിവസം റെസ്റ്റ് എടുക്കട്ടെ. ഈ ഗുളികൾ കൊടുക്കണം, കൊടുക്കേണ്ടത് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ചിലപ്പോ പനി ഉണ്ടായിരുന്നിരിക്കും, സാരമില്ല. 3 ദിവസം കഴിഞ്ഞൊന്നുകൂടി വരും. ശരി, വരാം. വേദനയുണ്ടോ? സാരമില്ല, ഏതായാലും ക്രിസ്മസ് ഭംഗിയായി അല്ലേ? പറഞ്ഞാ കേക്കണ്ടേ? 100 തവണ പറഞ്ഞതാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എങ്ങനെ ഇരിക്കാൻ? 3 ദിവസം റെസ്റ്റ്, അത് തന്നെ വലിയ കാര്യം. ബാവലിമിച്ച് നമുക്ക് പോവാം. പോട്ടെ. താങ്ക് യു വെരി മച്ച്. ഇങ്ങനെയൊക്കെ ആയെന്ന് വെച്ച് നാളത്തെ പ്രോഗ്രാമിന് കുഴപ്പമൊന്നും ഉണ്ടാവരുത്. ഒരു പ്രോഗ്രാം വേണ്ട, ഒറ്റ എണ്ണത്തിനെ ഞാൻ വീട്ടിൽ കയറ്റില്ല. അയ്യോ പ്ലീസ് വലിമച്ചി. വേണ്ടെന്ന് പറഞ്ഞില്ലേ, അടങ്ങി ഒതുങ്ങിയിരുന്നാ മതി. എല്ലാവരും വന്നോട്ടെ വലിമച്ചി. ഇനിയൊരു ബർത്ത്ഡേ എനിക്ക് വല്യമ്മച്ചിയുമായി ഒന്നിച്ചിരിക്കാൻ പറ്റിയില്ലെങ്കിലോ? അതും ഇതും പറയാതെ നടന്നാട്ടെ, എല്ലാം മതിയായി.
കുറച്ചുകൂടി സൂപ്പ് തരട്ടെ മോളെ. മതി വല്യമ്മച്ചി. ഇന്ന് രാവിലെ വല്യമ്മച്ചി ചോദിച്ചതേ ഉള്ളൂ ശ്രീയുടെ പാട്ടും കൂത്തൊക്കെ തീർന്നോന്ന്. ദേ കേട്ടില്ലേ? എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കെന്താ. വല്യമ്മച്ചി നാളെ എങ്ങനെയാ? നിനക്ക് നിർബന്ധമാണോ മോളെ? എന്നാ എല്ലാം ശരിക്കും നടന്നോട്ടെ. മോള് കിടന്നുറങ്ങിക്കോ. വല്യമ്മച്ചി കിടക്കുന്നില്ലേ? ഞാൻ ഇപ്പൊ വരാം. എന്തുവാ കഴിച്ച വല്യമ്മച്ചി? ഉറങ്ങാനുള്ള ഗുളികകളാണ്. അതെന്തിനാ? നീ വരുന്നതിന് മുമ്പേ ദിവസവും 2 ഗുളികകൾ കഴിക്കണമായിരുന്നു. നീ വന്നതിൽ പിന്നെ ആ സ്വഭാവം മാറിയതാ. ഇന്നെന്തോ ഉറക്കം വരില്ലാന്ന് തോന്നുന്നു. കൈ വേദനയുണ്ടോ മോളെ? ഇല്ല, ഒട്ടുമില്ല. ഉറങ്ങാൻ നമുക്ക്.